നിങ്ങൾ പോയ രാജ്യത്തിൽ ഒരു 5-6 രാജ്യങ്ങൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് താങ്കളോട് സംസാരിക്കാൻ തുടങ്ങിയതായിരിക്കാം. സ്വിറ്റ്സർലൻഡ് എന്തായിരിക്കും ചോദിക്കാൻ? സ്വിറ്റ്സർലൻഡ് കാശിന്റെ കുറച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടായിരിക്കും നമ്മളോട് പറയുക. കാരണം അവർക്ക് വേണ്ടത് കാശാണ്. ഈ യുദ്ധം വേൾഡ് വാർ 2 നടക്കുന്ന സമയത്ത് അവിടെ പൊരിഞ്ഞടി നടക്കുമ്പോഴും ഇവനിതൊന്നും അറിയാതെ കാശെണ്ണിക്കൊണ്ടിരിക്കുക. കാരണം ഈ രാജ്യത്തെ ഭരണാധികാരികളുടെ സമ്പന്നരുടെ നാളെ ഇതെല്ലാം പോകുമെന്ന് ഉറപ്പുള്ളവരെല്ലാം കാശും സ്വർണവും അവൻ്റെ വിലയേറിയ പെയിൻറ്റിങ്സും മുഴുവൻ കൊണ്ടുപോയി വെക്കുന്നത് സ്വിറ്റ്സർലൻഡാണ്. ചുറ്റോട് ചുറ്റും വെട്ടിയും പുകയുമായിട്ട് ലക്ഷങ്ങൾ ചത്തു വീണുകൊണ്ടിരിക്കുമ്പോൾ സ്വിറ്റ്സർലൻഡുകാരൻ ഇതൊന്നും ഇല്ലാതെ കാശുണ്ടി എണ്ണി കൂട്ടിക്കൊണ്ടിരിക്കുക. അവർക്ക് കാശാണ് അവരുടെ പ്രധാനം, മറ്റൊന്നും. മൊറോക്കോ കുറച്ചുകൂടെ ഈ കൾച്ചറലി വേറൊരു ഇബ്ൻ ബത്തൂത്തിന്റെ നാടാണ്, മനസ്സിലായില്ലേ? അവിടെ ഒരു 3 സംസ്കാരങ്ങളാണ്, ഭയങ്കര രസമാണത്. ആഫ്രിക്കൻ കൾച്ചർ ഒരു വശം കിടക്കുന്നു, യൂറോപ്യൻ കൾച്ചർ ഒരു കിടക്കുന്നു, പിന്നെ അറബ് കൾച്ചർ വേറൊരു കിടക്കുന്നു. അപ്പൊ ഇത് 3ഉം കൂടെ ചേർന്ന ഒരു ഡെഡ്ലി കോമ്പിനേഷനാണ്. ഭയങ്കര നല്ല മനുഷ്യര്, വളരെ ഹോസ്പിറ്റാലിറ്റി ഉള്ള ആളുകൾ, നല്ല ഗംഭീര ഫുഡ്. എൻ്റെ അടുത്ത് അവർ ചോദിക്കാൻ പോകുന്ന ഇതാണ്, എൻ്റെ അടുത്ത് അവിടെ കുറെ മലയാളികളുണ്ട്, ഇവരൊക്കെ എൻ്റെ അടുത്ത് പറയാറുള്ളൊരു കാര്യം ഇതാണ്, ഇവിടെ കുറച്ച് കാലം വന്ന് നമുക്ക് ജീവിച്ചുകൂടെ എന്നുള്ളതാണ്. കാരണം അവിടെ കുറച്ച് കാലം ജീവിക്കണം എന്നുള്ള എൻ്റെയും ഒരു ആഗ്രഹം. കാരണം അവിടെ ചില സ്ഥലങ്ങൾ വളരെ രസകരമായ ചില സ്ഥലങ്ങളുണ്ട്. കോസ്റ്ററിക്ക എനിക്ക് എന്നെ അത്ര അങ്ങോട്ട് പോരാ.